ഹായ് പ്രിയപ്പെട്ടവരെ, ഉത്സവ സീസണുകളിലൊക്കെ നാം ഒത്തിരിയേറെ ഷോപ്പിംഗ് നടത്താറുണ്ട്, ഒത്തിരി ഫർണിച്ചറുകളും വാങ്ങാറുണ്ട്. സോഫ സെറ്റ് വാങ്ങുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ, കബളിപ്പിക്കപ്പെട്ടതിൻ്റെ തെളിവുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാധാരണ ഓൺലൈനിലൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങി പലതും അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കും. എന്നാൽ ഒരു സോഫ സെറ്റിയുടെ അൺബോക്സിങ് കണ്ടാലോ, അതായത് അതിൻ്റെ ഫുൾ കവറിങ് ഉള്ളതിൻ്റെ ആ കവറിങ് അങ്ങ് മാറ്റി നോക്കിയാലോ വളരെ വലിയ ചതി അവിടെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ വളരെയേറെ തുക മുടക്കി വാങ്ങുന്ന സെറ്റി ഒരു കൊല്ലത്തിനുള്ളിൽ അത് ദ്രവിച്ചു പോകുന്ന അത്ര വേസ്റ്റ് തടിയാണ് ഉപയോഗിച്ചതെങ്കിലോ അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നിരവധി ഷോപ്പുകൾ തുറന്ന് വിശ്വസ്തമായ സ്ഥാപനമെന്നൊക്കെ പരസ്യം കൊടുത്ത് നമ്മളെ ചതിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. ഫുൾ കവറിംഗ് ഉള്ള സെറ്റ് നിങ്ങൾ വാങ്ങരുത്. ഇതിനുപയോഗിച്ച മരം, തടി ഏതാണെന്ന് ചോദിച്ചാൽ അക്കേഷ്യ, മഹാഗണി എന്നൊക്കെയാണ് പറയുക. എന്നാലോ ഗ്ലാസ് പാക്ക് ചെയ്യാൻ കമ്പനിയിൽ നിന്നും ഗ്ലാസ് പാക്ക് ചെയ്ത് കടകളിലേക്ക് വരുന്ന ആ പാക്കിംഗ് വുഡ് പൊളിച്ചതും പലവിധ യന്ത്ര സാമഗ്രികളും ഒക്കെ പാക്ക് ചെയ്തതൊക്കെ ആ പാക്കിംഗ് പൊളിച്ച് വേസ്റ്റ് ഇട്ടിരിക്കുന്നത് കടകളിലെയോ ഓഫീസുകളിലൊക്കെ പുറകിൽ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും കിടക്കുന്ന വേസ്റ്റ് അത് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഫ്രെയിം അടിച്ചാണ് സോഫ സെറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഏത് ലോ ക്വാളിറ്റി ആയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ വേസ്റ്റ് പാക്കിംഗ് വുഡ് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ വേസ്റ്റ് കൊണ്ട് സോഫ സെറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പഴയ പാക്കിംഗ് പൊളിച്ച മരക്കഷ്ണങ്ങളാണ് എന്നതിൻ്റെ തെളിവായിട്ട് ഒത്തിരിയേറെ ആണികൾ അടിച്ചിരിക്കുന്നു. സെറ്റിക്ക് ആവശ്യമായ ആണിടിക്കലല്ല, പലയിടത്തുമായിട്ട് ആണികൾ അടിച്ചത് മടക്കിയിരിക്കുന്നു. എത്രയോ ആണികളാണ് ഓരോ കഷ്ണങ്ങളിലും ഉള്ളത്. സൂക്ഷിച്ചില്ലെങ്കിൽ കൈ മുറിയും. പത്തിരുപത് ആണികൾ ഈ ഫ്രെയിമിൽ തന്നെയുണ്ട്. ഇതുമൊക്കെ സെല്ലോ ടേപ്പൊക്കെ മുമ്പ് എന്തോ ആവശ്യത്തിന് പാക്കിംഗ് സമയത്ത് ഒട്ടിച്ചത്. ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കണമെന്നത് കാണാം. ഇതാ വേറൊരു ഭാഗത്ത് ഇതുപോലെ മറ്റു പലയിടങ്ങളിലുമുണ്ട്. ഈ മരത്തിൻ്റെ കവർ ചെയ്ത് ഉള്ളിലേക്ക് ചുറ്റി ഇരിക്കുന്നത് നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, ചുറ്റി വരുന്നത് നോക്കിക്കേ. സ്റ്റാപ്പിൾ ചെയ്തിരിക്കുന്ന സ്റ്റാപ്ലർ പിന്നുകൾ, ഇവരുടെ ആ സ്റ്റാപ്ലർ പിന്നുകളുടെ രീതിയല്ല. പഴയ മരത്തിൽ മറ്റെന്തോ ഒരിക്കൽ സ്റ്റാപ്പിൾ ചെയ്തിരുന്നു, അത് ഊരിയെടുത്തതാണ് എന്ന് തെളിവായിട്ട് വലിപ്പം കൂടിയ അതിനേക്കാൾ ഹെവിയായ സ്റ്റാപ്ലർ പിന്നുകൾ നിരത്തിയിരിക്കുന്നു. അത് എന്തിൻ്റെ പിന്നാണത്? ഇത് മറ്റൊരു സെറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തുണി സ്റ്റാപ്പിൾ ചെയ്തതിന് ശേഷം പിന്നെ അത് അഴിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞേക്കാം. ന്യായീകരണം അല്ല. ഇവർ പതിവായി ഉപയോഗിക്കുന്ന സ്റ്റാപ്ലറും പിന്നുമല്ല എന്നതിന് തെളിവ് ഈ രണ്ടും വ്യത്യാസം നോക്കിയാൽ മതി. സ്റ്റാപ്ലർ പിന്നുകൾ ഉയർന്നു നിൽക്കുന്നത് എത്ര ഉയരത്തിലാണ്? ഒരു തുണിക്ക് 1 mm കട്ടി വരികയല്ലോ. ഇത് അതിനേക്കാൾ കട്ടി കൂടിയ എന്തോ ഇവിടെ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചതാണ്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്തോ യന്ത്രം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലോ പുറമെയോ ഹാർഡ് വെച്ച് സ്റ്റാപ്പിൾ ചെയ്തിരുന്നു ഈ പലക കഷ്ണത്തിന്മേൽ. ഇവിടെ നോക്കിക്കേ, ഹാർഡ് ബോർഡ് ഒട്ടിയിരിക്കുന്നത് കാണാം. ഇത് മരത്തിൻ്റെ കറയൊന്നുമല്ല, ഹാർഡ് ബോർഡ് ഒട്ടിയിരിക്കുന്നതാണ്. ചിരണ്ടി നോക്കുമ്പോൾ കാണാം അത് അടന്നു പോരുന്നത്. വേറൊരു ഭാഗത്തും കാണാം ഹാർഡ് ബോർഡ് ഒട്ടിയിരിക്കുന്നത്. അങ്ങനെ ഹാർഡ് ബോർഡ് ഒട്ടിയിരിക്കുന്നത് ആ പൊളിച്ചിങ്ങെടുക്കാം. നോക്കിക്കേ, ഹാർഡ് ബോർഡാണ്, കാർട്ടൺ ബോക്സിൻ്റെ അല്ല, ഹാർഡ് ബോർഡാണ്. ശരിയാണ്. ഇങ്ങനെ പലയിടത്തുമുണ്ട്. ഫോണോ ക്യാമറയോ കടത്തി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻസൈഡ് ഭാഗത്തും ഒത്തിരിയേറെ ആണികളും ഒക്കെ തള്ളി നിൽപ്പുണ്ട്. എന്തോ ഐറ്റം പാക്ക് ചെയ്ത് വന്നത് ആ പാക്കിംഗ് പൊളിച്ചതാണെന്ന് ഉറപ്പ്. ഇവരുടെ സെറ്റ് നിർമ്മാണശാലയുടെ സമീപത്തുള്ള ഏതെങ്കിലും ഗ്ലാസ് കടകളിലെ പാക്കിംഗ് വുഡ് പൊളിച്ച് മാറ്റിയ വേസ്റ്റ് കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം? 100 കണക്കിന് സോഫ ഉണ്ടാക്കുമ്പോൾ അത് എന്തെങ്കിലും കാര്യമുണ്ടോ? പുതിയ മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ അങ്ങോട്ട് ലോഡും കൊണ്ട് പോയിട്ട് തിരികെ വരുമ്പോൾ എല്ലായിടത്തു നിന്നും, എല്ലാ ടൗണുകളിൽ നിന്നും ഇങ്ങനത്തെ വേസ്റ്റ്, പാക്കിംഗ് വുഡിൻ്റെ വേസ്റ്റ് ശേഖരിച്ചു കൊണ്ടുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മഴയും വെയിലും കൊണ്ട് എവിടെയോ കിടന്നത് വിഷത്തതൊക്കെ എടുത്ത് ആണിയടിച്ച് ജോയിൻ്റ് ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ വിറകിന് വേണ്ടി വാങ്ങാറുള്ളതാണ് പലപ്പോഴും ഇങ്ങനെ. 50 രൂപ കൊടുത്താൽ കിട്ടുന്ന ആ 2 പാക്കിംഗ് വുഡ് ഉണ്ടെങ്കിൽ ഒരു സോഫ സെറ്റിക്ക് ഉറപ്പായിട്ടും തികയും. ഒന്ന് നോക്കിക്ക്, ഈ സോഫ സെറ്റിയുടെ ഏറ്റവും താങ്ങായി, ഏറ്റവും ബലവത്തായി സൈഡിൽ താങ്ങായിട്ട് നിൽക്കുന്ന ആ ഫ്രെയിമിൻ്റെ ഉൾവശം നിങ്ങൾ നോക്കുക. അതിൻ്റെ ആ ഉൾവശം, അതിൻ്റെ അവിടെ ആണി നോക്കുക, ഉള്ളിലെ ആണി. പാക്കിംഗ് വുഡ് പൊളിച്ച വേസ്റ്റല്ലേ, അതല്ലേ അവിടെ ആണി കാണുന്നത് ഉള്ളിൽ. ഇങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഇങ്ങനെ കാണുന്നു. ഇതൊരു വലിയ ചതിയല്ലേ? ആലുവയിലും അങ്കമാലിയിലും മാളയിലും ഒക്കെ ഉൾപ്പെടെ കേരളത്തിൽ പല ജില്ലകളിലും നിരവധി ഷോറൂമുകളുള്ള ഒരു ഫർണിച്ചർ കമ്പനിയാണ് മ്യൂബെൽ ഫർണിച്ചർ കമ്പനി. ഞാൻ അവരുടെ ഷോറൂമിൽ നിന്ന് സോഫ വാങ്ങിയിട്ട് ആ സോഫ സെറ്റിയുടെ 2 വശങ്ങളിൽ ഇരിക്കുമ്പോൾ, ഇടതുവശത്തിരുന്നാലും വലതുവശത്തിരുന്നാലും
പട്ടിക കഷ്ണം കമ്പ് തടഞ്ഞു നിൽക്കുന്നത്, ആ കമ്പലാണ് ഇരിക്കുന്നത്. പെട്ടെന്നെങ്ങാനും ഇരുന്നാൽ വളരെ വേദനിക്കുകയും ചെയ്യും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയാൻ ഞാനൊരു സൈഡ് പൊളിച്ചു നോക്കി. നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്, ആ ബെൽറ്റ് ഇട്ട് കുഷ്യനിരിക്കുന്ന ഭാഗത്ത് അല്പം കുഴിവാക്കിയ മരത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, ചെത്തി കുഴിവാക്കിയത്. അത് മുകളിലേക്ക് ബെൽറ്റിൻ്റെ വശത്തേക്ക് വെച്ച് ആണിടിച്ചാലാണ് നമ്മൾ ഇരിക്കുമ്പോൾ വേദന ഇല്ലാതിരിക്കാൻ പറ്റുന്നത്. എന്നാൽ നിർമ്മാണം പരിചയമില്ലാത്ത പണിക്കാർ അത് നേരെ കീഴ്പോട്ട് വെച്ചടിച്ചതുകൊണ്ട് ബെൽറ്റിൽ മുട്ടി നിൽക്കുന്നത് പോലെ പട്ടിക കഷ്ണം നിൽക്കുന്നു. അതാണ് ആ പട്ടിക കഷ്ണത്തിന് പുറത്തിരിക്കുന്നതിൻ്റെ വിഷമം അനുഭവിച്ചത്. ഞാനിത് കൃത്യം ഫോട്ടോ എടുത്ത് ആ കമ്പനിയെ അറിയിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു ഫലവുമില്ല എന്നായപ്പോഴാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ സാറേ, ഞാൻ മാനേജ്മെന്റായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്താ വെച്ചാൽ സാർക്ക് ഞാൻ അതിൻ്റെ ഒരു മറുപടി തരാം. ഒരു ഫലവുമില്ലാതെ വന്നപ്പോൾ ഒരു 15 ദിവസം മുമ്പ് ഞാൻ ജനറൽ മാനേജറെ വിളിച്ചു അങ്ങോട്ട് വീണ്ടും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെടുത്ത ഷോറൂമിൽ തന്നെ ഇതേ സെറ്റ് വന്നിട്ടുണ്ട്, മാനേജർ നിങ്ങളെ വിളിക്കും എന്നൊക്കെ പഞ്ചാര വർത്താനം പറഞ്ഞു. ഇതിപ്പോൾ മാളയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അപ്പോൾ മാളയിലെ മാനേജർ വിളിക്കും. ഓക്കെ, 15 ദിവസമായിട്ടും വിളിച്ചിട്ടില്ല, യാതൊരു ഫലവുമില്ല. ഇനി എന്തെങ്കിലും അവർ ചെയ്തു തരും, ഇത് റിപ്പയർ ചെയ്ത് തരും എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ആ കവറിങ് തുണി അങ്ങ് പൊളിച്ച് ഇതിൻ്റെ സെറ്റിംഗ് എന്താണെന്ന് നോക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതിശയപ്പെടുന്ന കാര്യം മനസ്സിലായത്. പഴയ പാക്കിംഗ് പൊളിച്ച മരക്കഷ്ണങ്ങളാണ് എന്നതിൻ്റെ തെളിവ്. ഈ കമ്പനിയുടെ ജനറൽ മാനേജരും മാളയിലെ മാനേജരും അങ്കമാലി മാനേജരും ഒക്കെ അറിഞ്ഞതാണ് ഞാൻ ഈ പരാതി. 3 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തതാണ്. നിങ്ങൾ ഈ മൊബൈൽ ഫർണിച്ചറിൻ്റെ ഈ അങ്കമാലിയിലെ മാനേജരാണോ? അതെ. ഓക്കെ. അപ്പം ഞാനൊരു മാസത്തോളമായി ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് വാട്സാപ്പിൽ വിട്ടിരുന്നു, ഒരു ടൈപ്പ് ചെയ്ത മാറ്റർ വിട്ടിരുന്നു. മാളയിലുള്ള നിങ്ങളുടെ മൊബൈൽ ഫർണിച്ചറിൽ നിന്ന് വാങ്ങിയ സോഫ സെറ്റിയുടെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാണിച്ചുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് എഴുതിയിരുന്നു, വോയിസ് മെയിൽ ഇട്ടിരുന്നു. 1 മാസമായിട്ടും ഒരു വിവരമില്ല. അവിടെ മാനേജരേക്കാൾ മുകളിലുള്ള ഒരാൾ സലാം എന്നൊരാളില്ലേ, അയാൾ എന്നോട് നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തോ. അപ്പോൾ ഞാൻ വിവരമെല്ലാം ടൈപ്പ് എഴുതി ഇട്ടിട്ടും അത് നമ്പർ പരാതി പറയുന്നതായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാനായിട്ട് പരിഗണിക്കുന്നില്ല. നിങ്ങൾ അവിടെ പോയി ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലല്ലോ. 2 ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ ഇതുവരെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ മൊബൈലിൻ്റെ എനിക്കറിയാവുന്ന 3 നമ്പറിൽ അങ്കമാലിയിൽ ഉൾപ്പെടെ ഞാൻ വാട്സാപ്പ് ടൈപ്പ് ചെയ്ത് വിവരങ്ങളിട്ട് ഫോട്ടോ ഇട്ടു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ഓഫീസിൽ പോകണോ എന്ന് ഞാൻ ചോദിച്ചു. എന്തെല്ലാം ചുരുക്കി പറഞ്ഞാൽ അയാൾ ഇതുവരെ ഇതിന് മാള മാനേജർ റിപ്ലൈ തന്നിട്ടില്ല. ഒരു റിപ്ലൈയും ജനറൽ മാനേജറുടെ ഭാഗത്തുമില്ല, മാനേജറുടെ ഭാഗത്തുമില്ല എന്നുള്ളത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഓണത്തിന് വലിയ കച്ചവടം തകൃതിയായിട്ട് നടത്താനുള്ള തിരക്കായിരിക്കാം. പക്ഷേ ഒരു കസ്റ്റമർ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടതുപോലെ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് നിങ്ങൾ തെളിയിക്കപ്പെട്ടു. ഈ കംപ്ലയിന്റിന്റെ ഫോട്ടോ അയച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? അത് ഞാനല്ലല്ലോ, കാരണം ഞാനത് ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. 11 ഷോറൂമുണ്ട്. എല്ലാ ഷോറൂമിന്റെ കാര്യങ്ങളും നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ നിന്ന് 8-10 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാവുന്ന വീട്ടിലേക്ക് ഈ അങ്കമാലി എന്നൊരു സ്റ്റാഫിനെ പോലും ഇത് നോക്കാൻ വിട്ടില്ല. അവർക്ക് ഒരു ആത്മാർത്ഥതയുമില്ല. ജനങ്ങളെ വഞ്ചിക്കുക, കബളിപ്പിക്കുക, പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഒരു ഷോറൂമിൽ നിന്നും നിങ്ങൾ മരം എന്താണെന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങുന്നല്ലാതെ കവറിങ് സെറ്റ് വാങ്ങരുത് എന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ്, ഇവരൊക്കെ ഫർണിച്ചർ കൊടുക്കുമ്പോൾ തേക്കിൻ്റെ ഫർണിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അത് തേക്കിൻ്റെ വെനീർ ഒട്ടിച്ചതാണ്. എന്താണ് വെനീർ? മരം കറക്കി എടുത്തിട്ട് പ്ലൈവുഡ് ഉണ്ടാക്കാനും തീപ്പെട്ടി ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന പാളികൾ കണ്ടിട്ടുണ്ടല്ലോ, അതൊരു പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ കനം കുറഞ്ഞ രീതിയിൽ തേക്കിൻ്റെ പാളികൾ ഇങ്ങനെ കറക്കിയെടുത്തോ പ്രത്യേകം ചെത്തിയെടുത്തോ തേക്കിൻ്റെ വെനീറായിട്ട് സൺമേക്ക് ഒട്ടിക്കുന്നത് പോലെ തേക്കിൻ്റെ വെനീർ ഈ ഫർണിച്ചർ നിർമ്മാണശാലകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവറിംഗ് ഉള്ളതല്ലാത്ത ഓപ്പണായ സെറ്റുകളും അതുപോലെ കസേരകളും കട്ടിലുകളും ടേബിളുകളും ഒക്കെ പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ തേക്കിൻ്റെ വെനീർ അങ്ങ് ഒട്ടിക്കും. ചിലവർ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കാം, അതിനുശേഷം നിങ്ങൾ വാങ്ങിയാൽ മതിയെന്ന്. തേക്കിൻ്റെ വെനീർ അങ്ങ് ഒട്ടിച്ചത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കാണിച്ചാലും സാധാരണ ആർക്കും മനസ്സിലാവില്ല. കൃത്യമായ തേക്കിൻ്റെ ആ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്, എല്ലാ വരകളും ഡിസൈനുകളും എല്ലാം അതുപോലെയുണ്ട്. മോശം പ്ലൈവുഡ് ആണെങ്കിൽ അത് വേറെ 2 കൊല്ലം കൊണ്ട് പോകും, അല്ലെങ്കിൽ 5-8 കൊല്ലം ഇരിക്കും. പിന്നെ അത് വിദഗ്ധമായി മനസ്സിലാക്കാവുന്ന രീതി എങ്ങനെയാണ്? ടേബിളിൻ്റെയോ കട്ടിലിൻ്റെയോ ഒരു ഭാഗത്ത് ലൈൻസ് എല്ലാം ഗ്രെയിൻസ് എല്ലാം ഡിസൈൻ കറക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് ഇതുമോട് ചേരുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു വശത്ത് ചെരിഞ്ഞ് ലൈനായിട്ടാണ് ഒരു വര കാണുന്നതെങ്കിൽ ആ വക്കിൽ വി ആകൃതിയിൽ മറുവശത്തു നിന്നും ആ വര കാണാൻ പറ്റും. അപ്പോൾ ഏത് ഡിസൈനും വക്കുകളിൽ എത്തുമ്പോൾ അത് കൃത്യം കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ ഇവിടെ ഒരു പാളി ഒട്ടിച്ചു, മറുവശത്ത് വേറെ പാളി ഒട്ടിച്ചു, അങ്ങനെ 4 വശത്തും ഓരോ പാളി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് പോളിഷ് ചെയ്യാതെ നിങ്ങളെ കാണിച്ചാലും വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ നിങ്ങൾ കബളിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പാക്കിംഗ് വുഡിൻ്റെ വേസ്റ്റ് 50 രൂപയുടെ 2 മേടിച്ച് ഒരു സോഫ സെറ്റ് അടിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അത്രമാത്രം ചതി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവർ തേക്കിൻ്റെ വെനീർ ഒട്ടിച്ചിട്ട് ഒറിജിനൽ ഹാർഡ് വുഡ് തേക്ക് തന്നെയാണെന്ന് പറയില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഹാർഡ് വുഡ് തേക്കും തേക്ക് വെനീർ ഒട്ടിച്ചതും പ്രത്യേകം തിരിച്ചറിയാവുന്ന പണിക്കാരെ കൊണ്ട് മരത്തെക്കുറിച്ച് അറിയാവുന്നവരെ കാണിച്ചിട്ടൊക്കെ അല്ലാതെ നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക.
എനിക്ക് ഇവരോട് ഒരു പകയുമില്ല, വിദ്വേഷവുമില്ല. ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ടും ലോക്കലായിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഒരു 500 രൂപ പോലും ഇവർ തന്നില്ല എന്നതുകൊണ്ടാണ് എനിക്കിനി ഇവർ പ്രതീക്ഷയില്ല എന്നതുകൊണ്ട് ഞാനിത് ജനങ്ങളെ അറിയിക്കുന്നത്. ഞാൻ ആത്മീയ വിഷയങ്ങളിൽ സഭാപരമായ വിഷയങ്ങളിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഉത്സവ സീസണുകളിൽ നിങ്ങളിൽ പലരും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളത് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഒരു അനുഭവം മാത്രം ഞാനിത് ചെയ്യുന്നതാണ്. ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളല്ല ഞാൻ. ഒത്തിരിയേറെ പേര് നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇതുപോലെ വഞ്ചിക്കപ്പെട്ടു പോകുന്നതും 1-2 കൊല്ലം കൊണ്ടെല്ലാം ദ്രവിച്ച് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ദ്രവിച്ച് അത് പോകുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ വഞ്ചിക്കപ്പെടരുത്. കവറിങ് ഇല്ലാത്ത സോഫ സെറ്റ് മാത്രം വാങ്ങുക. അതും തേക്കിൻ്റെ വെനീർ ഒട്ടിച്ചതാണോ ഒറിജിനൽ ഹാർഡ് വുഡ് തേക്കാണോ എന്ന് നോക്കേണ്ടതുണ്ട്. അങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഉത്സവ സീസണാണ്, അനേകർ കബളിപ്പിക്കപ്പെടാതിരിക്കുക. നിങ്ങൾ അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.